വേണമെങ്കിൽ നോക്കാം, അങ്ങനത്തെ ഒരു വാർത്ത കൊടുക്കാം. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. ഇതിൻ്റെ അകത്ത് എന്ത് ഗ്രൂപ്പാണുള്ളത്? ഏത് ഗ്രൂപ്പാണ് ഇതിനകത്തുള്ളത്? നിങ്ങൾ നോക്ക്, ഒരു കോൺഗ്രസ് നേതാവും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടും ഒരു അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല. ഞങ്ങള് ഒരുമിച്ചിരുന്ന് 10 മിനിറ്റ് കൊണ്ടാണ് ആദ്യത്തെ പേരുകൾ എഴുതിയത്. അവസാനം 1-2 പേരുകൾ, 2-3 പേരുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ചില മാനദണ്ഡങ്ങൾ കൂടി കണക്കാക്കി അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടി ചർച്ച ചെയ്തിട്ടാണ് ആ തീരുമാനമെടുത്തത്. മനസ്സിലായല്ലോ? അല്ലാതെ വീതമ്മപ്പല്ല. ഏത് ഗ്രൂപ്പാ വീതം വയ്ക്കാൻ? ഒരു ഗ്രൂപ്പുമില്ല. ഒരാൾ, ഒരു നേതാവും ഒരു ഗ്രൂപ്പും ആരും ഒരു പ്രഷർ ചെലുത്തിയിട്ടുണ്ടെങ്കിൽ ഈ 24 മണിക്കൂറിനുള്ളിൽ നടക്കുമോ? ശരിക്കും ഇന്നലെ വൈകുന്നേരമല്ലേ പ്രോസസ്സ് തുടങ്ങുന്നത്. ഞാൻ ഇന്നലെ രാവിലെ 11 മണിക്കാണ് എത്തുന്നത്. ഞാൻ പ്രധാനപ്പെട്ട ആളുകളെ കണ്ടതിന് ശേഷം ഇന്നലെ ഏകദേശം വൈകുന്നേരം 5 മണിക്കാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് ചർച്ച. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഗവർണർക്ക് ഇത് സബ്മിറ്റ് ചെയ്തു. മറ്റ് നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ അകത്ത്, ഘടകകക്ഷികളുടെ അടുത്ത് അവർ സഹകരിച്ചില്ലെങ്കിൽ നടക്കും ഇത്. നിങ്ങൾ അതൊക്കെ ഒന്ന് ആലോചിക്കുക. നടക്കുക ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആ അവര് എന്നെ കണ്ട് എന്നേക്ക് അനുഗ്രഹം തരാൻ വേണ്ടി വന്നതാണ്. ഒരു പട്ടികം തരാൻ വന്നല്ലോ. എനിക്കറിയില്ല. എനിക്കൊരു പട്ടികം എൻ്റെ കയ്യിൽ തന്നിട്ടില്ല. അവരെന്നെ വന്ന് അനുഗ്രഹിച്ചിട്ട് പോയി. ഞാൻ അവിടെ ചെല്ലാന്ന് പറഞ്ഞു, ശിവഗിരിയിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ആഗ്രഹങ്ങൾ ഉണ്ടാവും എല്ലാവർക്കും, അവരെ കൂടെ പ്രതിദാനം ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എടുത്തൊന്ന് നോക്ക്. ഇതിന് മുമ്പുണ്ടായിരുന്ന UDF മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അംഗങ്ങൾ കൂടി ആണോ? പിന്നെ ഈഴവ സമുദായത്തിന്റെ ഉദ്ദേശിച്ച് നിങ്ങൾ പറഞ്ഞത് പ്രാതിനിധ്യം കൂടി. പിന്നെ മുഖ്യമന്ത്രിയേക്കാൾ വലിയ ശ്രീനാരായണീയൻ ആരാളുള്ളത്? ഞാൻ ഭയങ്കര ശ്രീനാരായണീയനാണ്. ഞാൻ ശിവഗിരി അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ആദ്യമായിട്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സമ്മാനം കിട്ടിയത്. അത് ഗുരുദർശനത്തെക്കുറിച്ച് ഉപന്യാസം എഴുതിയതിനാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ സമ്മാനമാണ് കിട്ടിയത്. ഇതെന്താ വേണ്ടത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.